നമസ്കാരം. ഗതാഗത വാർത്തകൾ. MVD കേരളയുടെ പുതിയ IT വിംഗ് സിസ്റ്റം സപ്പോർട്ട് ആൻഡ് ഗവേണൻസ് പ്രവർത്തനം ആരംഭിച്ചു. കോർ ആപ്ലിക്കേഷൻസ്, നെറ്റ്വർക്ക് പ്രവർത്തനങ്ങൾ, പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, സെർവർ പരിപാലനം, AI മൊഡ്യൂളുകളുടെ വിന്യാസം എന്നിവയ്ക്കൊപ്പം ഡാറ്റ AI ഫൗണ്ടറി പോലുള്ള പ്രത്യേക വിഭാഗങ്ങളുടെ മേൽനോട്ടവും ഈ വിംഗ് നിർവഹിക്കും. കൂടാതെ ഇമെയിൽ, ഫോൺ കോളുകൾ എന്നിവ വഴിയുള്ള ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ ഒരു കേന്ദ്രീകൃത സംവിധാനവും ഇതിലൂടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പൂർണ്ണസമയ സംവിധാനത്തിലൂടെ പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും സാങ്കേതിക തടസ്സങ്ങൾ കുറയ്ക്കാനും അത്യാധുനിക ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും സാധിക്കും. ഇത് കേരളത്തിലുടനീളമുള്ള ട്രാൻസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും സുതാര്യവുമാക്കാൻ സഹായിക്കും. സംസ്ഥാനത്ത് ഗതാഗത സംവിധാനങ്ങൾ സുരക്ഷിതവും ജനസൗഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. യാത്രക്കാരുടെയും വാഹന ഉടമകളുടെയും ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള 24 പ്രധാന പരിഷ്കാരങ്ങളാണ് വകുപ്പ് വിഭാവനം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 100days.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ ശാസ്ത്രീയ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും അപകട നിരക്ക് കുറയ്ക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പ് റോഡ് അപകട വിശകലനത്തിനായി മാർഗരേഖ പുറത്തിറക്കി. വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ തീരുമാനിച്ചു. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മലപ്പുറം RTO എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത രാത്രിയാത്ര എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് ഇരുട്ടാകാതിരിക്കട്ടെ എന്ന പ്രമേയത്തിൽ ഊന്നിയായിരുന്നു ക്യാമ്പയിൻ. തിരൂർ സബ് ഓഫീസിന്റെയും ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വാഹനങ്ങളിലെ അനധികൃത ലൈറ്റുകളുടെ ഉപയോഗം നിമിത്തമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. റോഡുകളിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. സാക്ഷരതാ യജ്ഞത്തിന്റെ മാതൃകയിൽ റോഡ് സുരക്ഷാ യജ്ഞത്തിന് മോട്ടോർ വാഹന വകുപ്പ് തുടക്കമിട്ടു. നമ്മുടെ സാക്ഷരതാ ക്യാമ്പയിൻ പോലെ റോഡ് സുരക്ഷാ യജ്ഞം നമ്മൾ ആരംഭിക്കുക, റോഡ് സേഫ്റ്റി യജ്ഞം ആരംഭിക്കുക. അതിൽ കുട്ടികളുടെ പങ്കാളിത്തം, NCC കാഡറ്റുകൾ, അതേപോലെ സ്റ്റുഡൻറ് പോലീസ്, നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ പങ്കാളിത്തമുണ്ട്. കുട്ടികളുടെ കരിക്കുലത്തിൽ, +2 വരെയുള്ള കുട്ടികളുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുനിരത്തിൽ ഇരുചക്ര വാഹനത്തിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ മൂലം നിയന്ത്രണ വിധേയമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് ഉണ്ടായ സംഭവത്തിൽ തിരുവനന്തപുരം RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് രക്ഷകരായത്. വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്തമുള്ള യാത്രാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി എറണാകുളം അശോക സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസ്കോട്ടായ മോട്ടുവാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. എറണാകുളം SCMS കോളേജിന്റെ സഹകരണത്തോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ വീണ്ടും അടുത്ത തവണ.